എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ നയന നേരെ മുറിയിലേക്ക് വരുവാണ്. ഈ സമയം ആദർശ് അവിടെ ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വന്നിട്ട് പറഞ്ഞു, അല്ല ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയില്ലേന്ന് ചോദിക്കുകയാണ്. എന്ത് കാര്യം? നീ എന്നോട് എന്ത് കാര്യമാണ് പറഞ്ഞേ? ഓ, അതൊക്കെ ഇത്ര പെട്ടെന്ന് മറന്നുപോയില്ലേ. എന്റെ അമ്മ ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. എന്റെ അമ്മയുടെ മുമ്പിലെങ്കിലും ആദർശനൊന്ന് അഭിനയിച്ചുകൂടെ? അല്ല, എന്ത് അഭിനയിക്കണം എന്ന കാര്യം നീ പറയണേ, എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലോ എന്ന് ചോദിക്കുക. അല്ല, നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാന്നേ. അമ്മയോ അച്ഛനോ ഒരു കാരണവശാലും വേറൊരു കാര്യങ്ങളും അറിയരുത്. ആദർശനോട് എത്ര വട്ടം ഞാൻ പറഞ്ഞു, അവരുടെ മുന്നിലെങ്കിലും എന്നോട് ഇത്ര സ്നേഹം കാണിച്ചുകൂടെയെന്ന് ചോദിക്കോ. ഓ, അങ്ങനെ ഈ സമയത്താണ് കനക പുറത്തു വന്നേ. കനക അപ്പൊ കേട്ടു ഈ സംസാരങ്ങളൊക്കെ. കനക അവിടെ മിണ്ടാ നിൽക്കുകയാണ്. എന്നാലും ആദർശൻ എന്നോട് ഇങ്ങനെ ചെയ്യുന്ന കരുതിയില്ല കേട്ടോ. അവരുടെ മുന്നിലെങ്കിലും എന്നോട് കുറച്ച് സ്നേഹം കാണിക്കുക, ഇല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ ഒക്കെ മനസ്സ് വേദനിക്കും. ഓ, ഇപ്പൊ അതാണോ കുഴപ്പം? അപ്പൊ നിനക്ക് ഇവിടെ ജീവിക്കുന്നതിന് എന്താ കുഴപ്പമിരിക്കണേ? നിനക്ക് ഇവിടെ സുഖമല്ലേ? നിനക്ക് നേരത്തിന് ഫുഡ് കിട്ടുന്നില്ലേ? പിന്നെ എന്താ കുഴപ്പം? ഓ, അത് മാത്രമാണല്ലോ ഒരു ഭാര്യനെ സംബന്ധിച്ച് ഏറ്റവും നല്ല ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്റെ ഇവിടുത്തെ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാടകം മാത്രം ആദർശേട്ടാ. അതിനകത്ത് പ്രേക്ഷകരില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഓ, നാടകമാണെങ്കിൽ ആ നാടകത്തിനെ വില്ലനാണോ നായകനാണോ ഞാൻ? എനിക്ക് എന്തിന്റെ വേഷമെന്ന് ചോദിക്കുകയാണ്. ഇത് രണ്ടുമല്ല ആദർശേട്ടന്. നായകനല്ല വില്ലനുമല്ല. ആദർശേട്ടൻ വേറൊരു മനുഷ്യനെന്ന് പറയാം. പെട്ടെന്ന് ആദർശ ചോദിച്ചു, അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? ആ രണ്ടിലും ആദർശനെ എനിക്ക് ഉൾപ്പെടുത്താൻ താല്പര്യമില്ലെന്ന് പറയണം. ഇതൊക്കെ കേട്ട് പുറത്തു നിന്ന് കനയ്ക്ക് വല്ലാത്തൊരു സങ്കടം വന്നു. തന്റെ മകളെ എത്രമാത്രം വേദന അനുഭവിക്കുന്നത് അവര് മനസ്സിലാക്കുമായിരുന്നു. അതുകൊണ്ട് ആദർശേട്ടാ, ഇനി ഞാൻ ഇങ്ങനെ പറയത്തില്ല. എനിക്ക് എപ്പോഴും ഇങ്ങനെ ഇതിനെക്കുറിച്ച് തന്നെ സംസാരിക്കാൻ വയ്യ. എന്റെ അമ്മയുടെ മുന്നിലെങ്കിലും ഒന്ന് അഭിനയിച്ചു കൂടെയെന്ന് ചോദിക്കുക. ഒരു കാര്യം ചെയ്യാം, നീ ഈ നാടകം അങ്ങോട്ട് അവസാനിപ്പിച്ചോളം പറയാം. അവസാനിപ്പിക്കാനോ? എനിക്ക് താല്പര്യക്കുറവൊന്നുമില്ല അവസാനിപ്പിക്കാനായിട്ട്. പക്ഷെ ആദർശേട്ടന്റെ മുത്തശ്ശനെ ഓർത്ത് മാത്രമാണ് ഞാനിപ്പോ ഒന്നും മിണ്ടായിരിക്കുന്നത്. ഈ നാടകം കൂടെ അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. അല്ലാതെ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല ഞാൻ ഈ നാടകം കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് പറഞ്ഞാലും അവൾക്ക് അവസാനം ഒരു ഉത്തരം ഉണ്ടായിരിക്കും. അവളോട് പിന്നെ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. എനിക്ക് കൂടുതലൊന്നും പറയാൻ താല്പര്യമില്ല എന്നും പറഞ്ഞിട്ട് ആദർശ് അങ്ങോട്ട് മിണ്ടാതിരിക്കുവാണ്. ഈ സമയത്ത് കനക അങ്ങോട്ട് പോയി. കനകയുടെ ചങ്കിനകത്ത് വല്ലാത്തൊരു തീയായിരുന്നു. പാവം തന്നെ മകളെന്നൊരു ചിന്തയായിരുന്നു അവരുടെ ഉള്ളിലുണ്ടായിരുന്നേ. പിന്നീട് അനി ഇങ്ങനെ നന്ദുവിനെ കുറിച്ചൊക്കെ ആലോചിച്ചോണ്ടിരിക്കുക. അവളൊന്ന് ഫോൺ വിളിച്ചാലോ? വേണ്ട, ഈ സമയത്ത് വിളിക്കുന്ന മോശക്കേടാ. ഇനിയിപ്പൊ അവൾ എന്ത് വിചാരിക്കും തന്നെ കുറിച്ച്? താൻ ഇങ്ങനത്തെ ഒരുത്തനാന്ന് വിചാരിച്ചാലോ? ഈ സമയം നന്ദുവിന്റെ മനസ്സിലും അനിയെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു. രണ്ടുപേർക്കും എപ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചിന്തകളാ. പിന്നീട് അനി മനസ്സ് വിചാരിക്കോ, ദൈവമേ, അവളെ നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാ എത്രമാത്രം താൻ അവളെ സ്നേഹിച്ചിരുന്നു മനസ്സിലാക്കുന്നേ. അനാമികയായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരിക്കലും താന് അവളോട് തനിക്ക് പ്രണയമാന്നുള്ള കാര്യമൊന്നും പറയത്തുമില്ല, നീ പറയാനും പോകുന്നില്ലായിരുന്നു. പക്ഷെ തന്റെ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോഴാ താൻ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പോലും മനസ്സിലായത്. ആ ഒരു ചിന്തയൊക്കെ അനിയുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ കടന്നു പോവാണ്. പിന്നീട് രാത്രിയായി കഴിഞ്ഞപ്പോ നേരെ കനകം മുറിയിലേക്ക് ചെല്ലുവാണ്. അപ്പൊ ജലജ കിടക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വന്നപ്പോ ചോദിച്ചു, ഓ, നീ വലിയ VIP ആയിട്ട് നിനക്കൂടെ മുറിയൊന്നും കിട്ടിയില്ലേന്ന് ചോദിക്കുകയാണ്. അല്ല, VIP എന്നും പറയുന്നത് മുറിയെ കിട്ടേണ്ട ആവശ്യമുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഞാൻ ഇവിടെയാണല്ലോ കിടന്നേ. നിനക്ക് ചോദിക്കാൻ പറ്റുന്നോ വേറൊരു മുറി തരാനായിട്ട്? അതിന്റെ ആവശ്യം എന്താ? നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പോയി ചോദിച്ചു വാങ്ങിക്കാൻ ജലജയോട് പറയണം. അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല. എനിക്ക് സ്വന്തമായിട്ടൊരു മുറിയുണ്ട്. പിന്നെ നിനക്ക് ഇവിടെ പട്ടുമത്തേലും നല്ല AC റൂമിലും കിടന്നിട്ട് അങ്ങോട്ട് സൂചിച്ചു പോയല്ലേ? നിനക്ക് വേറെ മുറി കിടക്കുന്ന ഇഷ്ടമില്ലല്ലേ എന്ന് ചോദിക്കണം. അതെ, അങ്ങനെ തന്നെയാ, ഞാൻ ഇവിടെ കിടക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വേറെ മാറി പോയി കിടക്കാൻ പറയണ്ട. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നോട് വെറുതെ വഴക്കടിക്കാൻ വന്നേക്കരുത്. അല്ലേ തന്നെ സമനില തെറ്റി പോലെ ഇവിടെ മനുഷ്യരിക്കുന്നത്. അപ്പോഴാണ് ഓരോ കാര്യം പറഞ്ഞാണ് അവർ വന്നേക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മൈൻഡ് ചെയ്യാതെ കനക എന്ത് ചെയ്യുക, ആ ബെഡേലേക്ക് അങ്ങോട്ട് കയറി കിടക്കുക. ഈ സമയത്ത് ജലജ പുതപ്പൊക്കെ നന്നായിട്ട് പുതച്ചിരിക്കുക. കനക ആ പുതപ്പ് പിടിച്ചു വലിച്ചു. പക്ഷെ ജലജ കൊടുക്കാൻ കൂട്ടാക്കിയില്ല. അങ്ങോട്ട് രണ്ടുപേരും കീരിയും പാവം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് ശത്രുത കാണിക്കാൻ തുടങ്ങി. അവസാനം ജലജ തോറ്റു പിന്മാറുക ചെയ്തേ. കനകയുടെ മനസ്സിൽ ആ സമയത്തും നയനെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു. നയന പറഞ്ഞ കാര്യങ്ങൾ, റൂമിൽ വെച്ച് ആദർശം നയനയും തമ്മിലുള്ള സംസാരം. ഇതുവരെയായിട്ട് അവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്റെ ഭഗവാനെ, താൻ എന്തൊക്കെയാ കേൾക്കുന്നേ? തന്റെ നയനമോൾ എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ട് അവൾ ഈ വീട്ടിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുക. എല്ലാം തന്റെ കുറ്റമാണ്, തന്റെ ആർഭാടമാണ്. നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടി താനിങ്ങനെ കാണിച്ചു വെച്ചേ. പക്ഷേ എങ്കിൽ ഒരിക്കലും ഒന്നും പാടില്ലായിരുന്നു. കൊക്കിൽ ഒതുങ്ങുന്ന കൊത്താവളെന്ന് പണ്ടുള്ള ആൾക്കാർ പറയുന്നാൽ അത് മതിയായിരുന്നു. എനിക്ക് തൻ്റെ മോൾ ഇതുവരെ സന്തോഷമായിട്ട് ജീവിച്ചാനും. അങ്ങനെ ഒരു ചിന്തയായിരുന്നു കനകയുടെ ഉള്ളിലുണ്ടായിരുന്നത്. അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്ത് എഴുന്നേറ്റ ഉടനെ കനക എന്ത് ചെയ്യുക, നേരെ അടുക്കളയിൽ കയറി എല്ലാവർക്കും ഉള്ള ചായയൊക്കെ ഉണ്ടാക്കി ഒരു ട്രേ കൊണ്ടുവരുന്ന സമയത്താണ് ജാനകി അങ്ങോട്ടിരുന്നത്. ആഹാ, രാവിലെ എഴുന്നേറ്റം തോന്നല്ലോ, ഇതെന്തിനാ അടുക്കള കയറിയത്? ദേ, അമ്മയെങ്ങാനും കണ്ടാണ്ടല്ലോ
ഞങ്ങളെ ചീത്ത പറയുമെന്ന് പറയാ. അടുക്കളയിലൊന്നും കയറണ്ട, ഒരു പണിയും ചെയ്യിച്ചേക്കണമെന്ന് അമ്മയുടെ ഓർഡർ. അതിന്റെ ഒന്നും കുഴപ്പമില്ലെന്നേ. എന്റെ വീട്ടിലാണെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നേ. ഒരു 4-4:30 ആകുമ്പത്തിന് എഴുന്നേക്കും, എല്ലാ ജോലികളും ചെയ്യും. അതേ സ്വഭാവം തന്നെ എന്റെ നയനമോൾക്ക് കിട്ടിയിരിക്കുന്നേ. അതുകൊണ്ട് എനിക്ക് ഏതായാലും ബുദ്ധിമുട്ടുള്ള ജോലിയായിട്ട് തോന്നുന്നില്ല. എന്നാ ചായ കുടിക്കാൻ പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് ചായ അങ്ങോട്ട് കൊടുക്കുവാണ് ജാനകിക്ക്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയാം. എന്നാ ശരി, ഞാനിത് നയനിക്കും ആദർശനോ കൊടുത്തിട്ട് വരട്ടെ. അവർ എഴുന്നേറ്റോന്ന് അറിയത്തില്ല. അല്ലെങ്കിലും എന്നും മോളല്ലേ രാവിലെ എഴുന്നേറ്റ് ചായയൊക്കെ ഇട്ട് എല്ലാവർക്കും കൊടുക്കുന്നേ. ഇന്ന് അവളുടെ കൈയും കൊണ്ടാട്ടെ, ഇന്ന് അവളുടെ അമ്മയുടെ കൈയും കൊണ്ടാട്ടെ എന്ന് പറഞ്ഞിട്ട് കനകി അങ്ങോട്ട് മുറിയുടെ അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ മുറിയുടെ അങ്ങോട്ട് ചായയായിട്ട് ചെല്ലുമ്പോഴാണ് അകത്തുനിന്നുള്ള ആ സംസാരം കേൾക്കുന്നത്. ആദർശൻ നയനും തമ്മിലുള്ള സംസാരമായിരുന്നു. ആദർശൻ നയനോട് പറയാം, നീ ഒരു കാര്യം ചെയ്യ, ഈ നാളെ മുതൽ നീ നിലത്ത് കിടന്നാൽ മതി. മുമ്പ് നീ അങ്ങനെ ആയിരുന്നല്ലേ കിടന്നിരുന്നേ, നിലത്ത് ബെഡ് ഇട്ടല്ലേ കിടന്നിരുന്നേന്ന് ചോദിക്കുക. പെട്ടെന്ന് അങ്ങോട്ട് ചായയായിട്ട് വന്നിരുന്ന കനകയുടെ കൈ പോലും പറിച്ചുപോയി. എന്റെ ഭഗവാനെ, താൻ എന്തൊക്കെയാണ് കേൾക്കുന്നത്? എന്താ ആദർശട്ടെ, ഇപ്പൊ അതിന് മാത്രം എന്താ പ്രശ്നം ഉണ്ടായെന്ന് നയന ആദർശനോട് ചോദിക്കുക. അതെ, ഇന്നലെ രാത്രി നീ ഉരുണ്ടു വന്ന് എൻ്റെ അടുത്ത് വന്നാ കിടന്നേ, ഇന്ന് രാവിലെ നീ എൻ്റെ അടുത്താ കിടന്നേന്ന് പറയണം. ഓ, അതാണോ കുഴപ്പം? അത് ഉറക്കത്തിൽ അറിയാതെ അങ്ങോട്ട് വന്നു പോയതായിരിക്കും. അതിന് അങ്ങനെ വന്നു പോകേണ്ട ആവശ്യമില്ല. ഇപ്പോഴും നീ എൻ്റെ ഭാര്യയൊന്നുമല്ല. അങ്ങനെ ഉരുണ്ട പറയണ, നീ ഒരു കാര്യം ചെയ്യ, നീ താഴെ ബെഡിട്ട് കിടന്നാൽ മതി എന്ന് പറയാം. എന്താ ആദർശേട്ടാ ഇങ്ങനെയൊക്കെ പറയണേ? ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റിരിക്കുന്നത്? നമ്മൾ എല്ലാവരുടെയും മുന്നിൽ കണ്ണി പൊടിയിടാൻ മാത്രമുള്ള ഒരു ഭാര്യയും ഭർത്താവോ, അല്ലാതെ നമ്മൾ അതിലപ്പുറം ഒരു ബന്ധമില്ലല്ലോ. ഇതൊക്കെ നിനക്കറിയാവുന്നതല്ലേ? പിന്നെ നീ എന്തിനാന്ന് ചോദിക്കണം. ഓ, എനിക്കറിയാം ആദർശേട്ടാ, ഉറപ്പായിട്ട് അറിയാവുന്ന കാര്യമാണ്. എൻ്റെ ഈ വീട്ടിലെ നാളുകൾ എണ്ണപ്പെട്ടെന്നുള്ള കാര്യം എനിക്കറിയാം. മുത്തശ്ശൻ്റെ ആയുസ് വരെ മാത്രമേ ഉള്ളെന്ന് പറയാം. പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് എപ്പോഴും ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്നില്ല. ഒരു കാര്യം ചെയ്യാം, നാളെ മുതലേ ഞാൻ ബെഡ് ഇട്ട് താഴെ കിടന്നോളാം. എനിക്കും അതായിരിക്കും നല്ലത്. കാരണം എനിക്കാണ് എൻ്റെ ഇഷ്ടത്തിന് കിടക്കുകയും ചെയ്യാം, കിടന്ന ഉടനെ ഉറങ്ങുകയും ചെയ്യാം. ആരുടെ ഒരു ശല്യം ഉണ്ടാകത്തില്ല. നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാം. നാളെ മുതലാട്ടെ എന്ന് പറയണം. എന്ത് പണ്ടാരം എല്ലാം കാണിക്കുക, മനുഷ്യന് സമാധാനം മതി എന്ന് പറയണേ. ഈ സമയത്ത് കഥയെ മുട്ടുന്ന സൗണ്ട് കേട്ടെ. കനയ്ക്ക് നിൽക്കണോ പോണേണ്ട അറിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നു. വന്നതല്ലേ, ചായ കൊടുത്തിട്ട് പോകാൻ ഓർത്തോണ്ട് കനക നിന്ന. അങ്ങനെ കഥ തുറന്നു പോയി കഴിഞ്ഞപ്പോഴത്തേനും കനകനെ കണ്ടതും നയനിക്കും ആദർശനം വല്ലാത്തൊരു വെപ്രാളമുണ്ട്. ഇനി പറഞ്ഞ കാര്യങ്ങളൊക്കെ കനക എങ്ങാനും കേട്ട് കാണുമോ? അങ്ങനെ ഇന്ന മോളെ ചായ എന്ന് പറയണം. അല്ല, അമ്മ എന്തിനാ രാവിലെ അടുക്കള കയറുക? ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യം അമ്മയ്ക്കുണ്ടോ എന്ന് ചോദിക്കുകയാണ്. വേണ്ട മോളെ, ഞാൻ വീട്ടിലാണെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നതല്ലേ, അതുകൊണ്ട് ചായ ആയിട്ട് വന്നേ. ഇന്നാന്നും പറഞ്ഞ് നമുക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേനും അമ്മയുടെ മുഖത്ത് എന്താ ഒരു ബുദ്ധിമുട്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ. ഒരു പ്രശ്നമില്ലാന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. പെട്ടെന്ന് നയന ആദർശനോട്, അമ്മ എന്തോ പറഞ്ഞ് നമ്മൾ കേട്ടെന്ന് തോന്നേ, എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അമ്മയുടെ മുഖം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നും. ഇല്ലേലും ആദർശാണ് അങ്ങനെയാണല്ലോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേനും ഭയങ്കര സൗണ്ട് ആണല്ലോ എന്ന് പറയാം. ഓ, അപ്പൊ എന്റെ സൗണ്ട് നീ കുറ്റം വെച്ചോ? അപ്പൊ നിനക്ക് ഒട്ടും സൗണ്ട് ഇല്ല പോലും, നിന്റെ ഭയങ്കര ചെറിയ സൗണ്ട് ആണല്ലോ എന്ന് പറയണം. ആദർശേട്ടാ, ഞാൻ മുമ്പും പറഞ്ഞു, ഇമാതിരി കാര്യങ്ങളെ കുറിച്ച് ഇനി ഇപ്പൊ നമുക്ക് സംസാരം വേണ്ട. എനിക്കറിയാം, എനിക്ക് ഈ വീട്ടിലൊരു വേലക്കാരുടെ സ്ഥാനം പോലും ഇല്ലെന്ന്. വേലക്കാരുടെ സ്ഥാനം ഉണ്ടായിരുന്നെങ്കിൽ ആ പരിഗണനയെങ്കിലും തന്നേനെ. ഓ, അങ്ങനെയാണോ? അല്ല, വേലക്കാരിയാണെങ്കിൽ ഈ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ ശമ്പളമെങ്കിലും ഉണ്ട്. ഇപ്പൊ എനിക്ക് ആ ഒരു ഇത് പോലും ഇല്ല, വേലക്കാരുടെ സ്ഥാനം പോലും ഇല്ല. ഇപ്പൊ നിനക്ക് ശമ്പളം കിട്ടാത്തതിന്റെ കുഴപ്പമാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നീ പറഞ്ഞു എത്ര രൂപ വേണം നിനക്ക് സാലറി, എത്ര രൂപയാണെങ്കിലും തരാന്ന് പറയാം. എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നു. ആദർശനോട് ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. താൻ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും ആ മനസ്സിലേക്കൊന്നും കയറാൻ പോകുന്നില്ല. താൻ വെറുതെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് കനക ഇങ്ങനെ ഓരോന്നൊക്കെ ചിന്തിച്ചു വന്ന് നിൽക്കുമായിരുന്നു. കനയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് അങ്ങോട്ട് നയന വരുന്നേ. നയന വന്നിട്ട് ചോദിച്ചു, അമ്മ എന്ത് പറ്റി? അമ്മയുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് ചോദിക്കണേ. ഒന്നുമില്ല, കാര്യം പറയമ്മേ, എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. മോൾ എന്നോട് കാര്യമൊന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. നീ അനുഭവിക്കുന്ന വേദന എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയണം. വേദന? എന്ത് വേദന? അമ്മ എന്ത് കാര്യം പറയണേ? അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കണം. നീ എന്നോട് ഒളിപ്പിക്കണ്ട മോളെ, എനിക്കറിയാം. മുമ്പ് ഞാൻ കഴിഞ്ഞ അവിടെ വന്നപ്പോൾ നിങ്ങളുടെ മുറിയുടെ അങ്ങോട്ട് വന്നപ്പോൾ ഞാൻ കണ്ടതാ നിലത്തൊരു ബെഡ് കിടക്കുന്നേ. അന്ന് ഞാൻ മോളോട് ചോദിച്ചു, ഇതെന്താ ബെഡ് ഇവിടെ കിടക്കണേന്ന്. അന്ന് മോള് പറഞ്ഞെന്താ, യോഗ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയാ പറഞ്ഞേ. പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി, നിങ്ങൾ ഇതുവരെയായിട്ടും ഭാര്യ ഭർത്താക്കന്മാരായിട്ടല്ല ജീവിക്കുന്നേ. നിങ്ങൾ വെറും ഒരു വൃദ്ധക്കാരെ പോലെ തന്നെ ജീവിക്കണം എന്ന് എനിക്ക് മനസ്സിലായി. ഈ സമയത്താണ് നയനെ അങ്ങോട്ട് വരുന്നത്. നയനയും കേട്ടു ഈ സംസാരങ്ങളൊക്കെ. എന്നാലും ഇത് വേണ്ടായിരുന്നു മോളെ, എന്തിനു വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെ ജീവിക്കുന്നത്? ഇതിനേക്കാളും 100 ഭേദമല്ലേ നിനക്ക് നമ്മുടെ വീട്ടിൽ വന്ന് ഇന്നുകൂടെ എന്ന് ചോദിക്കണം. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലമ്മേ, ഞാൻ എല്ലാം സഹിച്ച് ക്ഷമിച്ച് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടിയിട്ടാ. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ മനസ്സുകൾ എത്ര വേദനിക്കുമെന്നറിയാവോ? എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരെങ്കിലും ഇവിടെ ഉണ്ട്. അപ്പൊ അവരെ എനിക്ക് വേദനിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ടല്ലമ്മ ഞാൻ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നേ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും ഞാൻ ഇങ്ങനെ നിൽക്കുന്നേ. എന്നാലും മോളെ,
ദേവയാനി പോലും നിന്നെ മരുമോളായിട്ട് അംഗീകരിച്ചിട്ടില്ല, സ്വന്തം ഭർത്താവ് പോലും അംഗീകരിക്കുന്നില്ല. പിന്നെ എന്തിനാ മോളെ ഇങ്ങനെ? ഇവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? അതൊന്നും കുഴപ്പമില്ലമ്മേ, ഞാൻ നിന്നോളാം. എൻ്റെ ജീവിതം ഇങ്ങനെയായി പോയെന്ന് ഞാൻ കരുതിക്കോളാം. അതോർത്തിട്ട് എനിക്കൊരു സങ്കടം ഇല്ലെന്ന് പറയാം. ഈ സമയം നവ്യ ചോദിച്ചു, നീ എന്തൊക്കെയാ അതിനെ പറയണേ? എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നല്ലോ, ഞാൻ ഇതൊക്കെ ഇപ്പോഴാണല്ലോ അറിയണേന്ന് പറയാം. പെട്ടെന്ന് കനക പറഞ്ഞു, അതെ, നീ ഇത്രയും കാലം ഇവിടെ അറിയാൻ ശ്രമിച്ചിട്ടില്ല, അതാ കുഴപ്പം. നീ ഒരു വീട്ടിലാണെങ്കിൽ പോലും നീ ഇവളുടെ എന്തെങ്കിലും കാര്യത്തിൽ ഇടപെട്ടിരുന്നോ? ഇല്ലല്ലോ. നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം, എങ്കിൽ മാത്രം അറിയാൻ പറ്റുള്ളൂ. ഞാൻ ഇവളുടെ അമ്മയല്ലേ, ഇവളുടെ മുഖം ഒന്ന് വാഴിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയാൻ സാധിക്കും. പക്ഷെങ്കിൽ ഈ കാര്യം ഞാൻ ഇന്ന് വരെ അറിഞ്ഞിട്ടില്ലായിരുന്നു. പെട്ടെന്ന് നവ്യ പറഞ്ഞു, നിങ്ങൾ നമ്മളെ സ്നേഹം കണ്ടപ്പോൾ ഞാൻ ഓർത്തോണ്ടിരുന്നേ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നു എന്നാ. കനക പറഞ്ഞു, ശരിയാണ്, നമ്മൾ കാണുന്നവരൊക്കെ അങ്ങനെ വിചാരിക്കുള്ളൂ, പക്ഷെ അതല്ലല്ലോ സത്യം. അങ്ങനെയായിരുന്നെങ്കിൽ എന്നെ നയനമോള് വിശേഷം അറിയിച്ചാനും. നവ്യമോൾക്ക് മുമ്പേ നയനമോള് വിശേഷം അറിയിക്കണ്ടല്ലേ. പാവം എൻ്റെ മോള് കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ട് ഒരു ഭാര്യ ഭർത്താവ് ബന്ധം ഇതുവരെയിട്ട് അവർ തമ്മിൽ ഉണ്ടായിട്ടില്ല. നവ്യ പറഞ്ഞു, എന്തിനാ നീ ഇങ്ങനെ സഹിച്ചിരിക്കുന്നത്? നീ ഇങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിക്കണം. അതൊന്നും കുഴപ്പമില്ല ചേച്ചി, എനിക്ക് അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ ഇല്ലാന്ന് പറയണത്. അതെ, അമ്മ സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ, അമ്മ ധൈര്യമായിട്ടിരുന്ന്. പിന്നെ മുത്തശ്ശൻ എപ്പോഴും പറയും, ആദർശേണ്ണ മനസ്സ് ഒരിക്കലും ശരിയാവും, ആദർശേണ്ണ എന്നെ സ്നേഹിക്കുന്ന ഒരു ദിവസം വരുമെന്ന്. ഒരുപക്ഷെ അങ്ങനെ ഒരു ദിവസം ഉണ്ടാകുമായിരിക്കും. ആ ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. ധൈര്യമായിട്ടിരിക്കുക, ആദർശേണ്ണ മനസ്സും നല്ലതാമേ. പക്ഷെ എന്നോടുള്ള സമയവരുത്തി മാത്രം ഒരു കുഴപ്പമുള്ളൂ, അല്ലാത്ത പക്ഷം ആദർശേണ്ണ എല്ലാം കൊണ്ടും നല്ലവനാന്ന് പറയണം. കനക പറഞ്ഞു, നീ സപ്പോർട്ട് ചെയ്യുന്നു വേണ്ട, എനിക്കറിയാലോ. ഇനിയിപ്പോൾ അതിൻ്റെ പേരിലൊരു പ്രശ്നം വേണ്ട. നിനക്ക് എപ്പോഴേലും വീട്ടിലേക്ക് വരാൻ തോന്നി അപ്പം നീ പോരാ, നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നീ പോരാൻ പറഞ്ഞിട്ട് കനക അങ്ങോട്ട് പോവാണ്. നവ്യ പറഞ്ഞു, എന്താ നിനക്കെങ്കിലും എന്നോട് ഇതൊക്കെ പറയാമെന്ന് പറയാം. ഞാൻ എന്താണെന്നാ ചേച്ചി പറയണ്ടേ? കല്യാണം കഴിഞ്ഞിട്ട് ചേച്ചിക്ക് അറിയാലോ, ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെട്ട് വന്നല്ല ഈ ജീവിതത്തിലേക്ക്. ആദർശനും ഇഷ്ടപ്പെടാതെ വിവാഹം കഴിച്ച എന്നെ ഇന്നല്ലെങ്കിൽ നാളെ ശരിയാവും ഓർത്താൻ ഞാനും ഇരുന്നേ. പക്ഷെ എനിക്ക് അറിയാം ഒരിക്കലും ഇത് ശരിയാവാൻ പോകുന്നില്ലെന്ന്. പക്ഷെ അത് അമ്മയോട് പറഞ്ഞ് പാവം അമ്മയുടെ മനസ്സിനെ വേദനിപ്പിക്കണ്ടല്ലോ, അതാ ഞാൻ കൂടുതലൊന്നും പറയാതിരുന്നേ. എന്നാലും ഇത്രയൊക്കെയൊന്നും വേണ്ടായിരുന്നു മോളെ, നീ ഇത്രമാത്രം അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു പറയണേ. അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് നയനെ അങ്ങോട്ട് പോവാ. ഈ സമയം നവ്യ ആലോചിച്ചു, താൻ എത്രമാത്രം പാവിയാണ്, താൻ കാരണമാണ് പാവം നയനയുടെ ജീവിതം കൂടെ ഈ വിധമായി തീർന്ന് അവൾ എത്രമാത്രം സഹിക്കുന്നുണ്ട്. തന്റെ ഭർത്താവ് തന്നെ ഇഷ്ടമില്ലെങ്കിൽ പോലും തങ്ങൾ ഭാര്യ ഭർത്താവ് ബന്ധം നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല, ഇത്രയും കാലമായിട്ടും ഇന്ന് വരെ അവര് ഒരു മുറി കഴിഞ്ഞിട്ടും അന്യരെ പോലെയാണ് കഴിഞ്ഞുകൊണ്ടിരിക്കണേ. നവ്യയ്ക്കും വല്ലാത്ത സങ്കടമൊക്കെ വന്നു. പിന്നീട് കനക ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനി അങ്ങോട്ട് വരുന്നത്. അനി വന്നിട്ട് ചോദിച്ചു, ആന്റി എന്ത് പറ്റി? ആന്റി എന്തിനാ കരയണേന്ന് ചോദിക്കാണ്. ഞാൻ കരഞ്ഞില്ല മോനെ. കള്ളം പറയല്ലേ, എൻ്റെ അടുത്ത് എന്തിനാ കള്ളം പറയണേ? എനിക്ക് മനസ്സിലായി ആന്റി കരഞ്ഞെന്ന്. അല്ല അത് മോനെ, പിന്നെ ഞാനിങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചിട്ട് എൻ്റെ നയനേച്ചിട്ട് കാര്യം ഓർത്തിട്ടാണ്. അല്ല, ഞാൻ മുത്തശ്ശനെ കുറിച്ച് ആലോചിച്ചിട്ടാ. പാവം ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായല്ലോ, എന്ത് നല്ല മനുഷ്യരായിരുന്നു. അല്ലെങ്കിലും അങ്ങനെയാ, നന്മയുള്ള മനുഷ്യർക്ക് ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരുള്ളൂ. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആന്റി, ഒരസുഖം വരുന്നത് അങ്ങനെയൊന്നും നോക്കിയിട്ടില്ല. നമ്മുടെ ആരോഗ്യസ്ഥിതി നോക്കിയിട്ട് അല്ല ചില അസുഖങ്ങളൊക്കെ നമുക്ക് വരുന്നത്. അത് നമുക്ക് ദൈവമായിട്ട് ചില സമയം തരുന്നതെന്ന് പറയാം. എന്നാലും അനിയുടെ മുത്തശ്ശനെ പോലെ ഒരു പാവം മനുഷ്യന് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ. ഇത്രയും നല്ലൊരു മനുഷ്യന് ഇവർ ഈ അടുത്ത പരിസരത്തെങ്ങും ഉണ്ടാകത്തില്ലെന്ന് പറയണം. പെട്ടെന്ന് അനി പറഞ്ഞു, അത് ശരിയാ, എൻ്റെ മുത്തശ്ശനെ പോലെ ഒരു നല്ല മനുഷ്യന് ഈ പരിസരത്ത് ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെയാ എൻ്റെ ഏട്ടത്തിപ്പേടെ തന്നെ നയൻ്റെ അടുത്തൊരു സ്വഭാവമല്ല, നല്ല പെൺകുട്ടി ആണോ. കാരണം ഈ വീട്ടിലെ ഏറ്റവും നല്ല സ്വഭാവമുള്ള രണ്ട് ആൾക്കാരാണ് എൻ്റെ നയനേട്ടത്തിയും അതുപോലെ തന്നെ എൻ്റെ മുത്തശ്ശനും. എൻ്റെ നയനേട്ടത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കാര്യം സഹിക്കും, ഈ കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം കനകയും പറഞ്ഞു, ശരിയാ മോൻ പറഞ്ഞ ശരിയാ, പക്ഷെ അതൊന്നും മനസ്സിലാക്കാനായിട്ട് ഇവിടെ പലർക്കും കഴിയുന്നില്ലോ എന്ന് പറയണേ. എനിക്ക് മനസ്സിലായി ആന്റി ആരെ ഉദ്ദേശിച്ചെന്ന്. ആദർശണ്ണ അല്ലേ, ആദർശണ്ണ നല്ലവനാ, വിശ്വസിക്കാൻ കൊള്ളുന്നവനാ. പക്ഷെ നയനേടത്തിന്റെ കാര്യത്തിൽ മാത്രം ആദർശണ്ണ തെറ്റിപ്പോയി. ആദർശണ്ണ ഇതുവരെ ആയിട്ട് നയനേടത്തിനെ മനസ്സിലാക്കിയിട്ടില്ല, എത്ര നല്ല സ്വഭാവം ഏടത്തിയുടെ എന്നുള്ള മനസ്സിലാക്കിയിട്ടില്ല. അതിന് എന്തെങ്കിലും മനസ്സിലാക്കും എന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. ഇത്രയും കാലം പ്രതീക്ഷയുണ്ടായിരുന്ന ആന്റി, പക്ഷെ ഇപ്പോൾ ഓരോ ദിവസം ഇരുന്നോട് ആ പ്രതീക്ഷകളും നശിച്ചുകൊണ്ടിരിക്കുകയെന്ന് അനി പറയുവാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ലാതെ കനക നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.